കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ തൃക്കലാശാട്ടം വെള്ളിയാഴ്ച രാവിലെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം വിളക്കുകൾ കെടുത്തും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വെള്ളിയാഴ്ചത്തെ തൃക്കലശാട്ടത്തോടെ സമാപനമാകും. വെള്ളിയാഴ്ച രാവിലെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് തേങ്ങാമുറിയിലേക്ക് നാളം പകർന്ന ശേഷം വിളക്കുകൾ കെടുത്തും. ഇതോടൊപ്പം അക്കര സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണയ്ക്കും. നമ്പീശൻ, വാര്യർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ 4 തൂണുകൾ കടപുഴകിയെടുത്ത് തിരുവഞ്ചിറയിൽ നിക്ഷേപിക്കും. ഇതോടെ മണിത്തറ തൃക്കലശാട്ടത്തിന് ഒരുങ്ങും. കലശമണ്ഡപത്തിൽ പൂജിച്ചുവച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാന തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിലാടും. മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന് സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടക്കും. പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും നൽകുന്നതോടൊപ്പം ആടിയ കളഭവും നൽകും. 1 ചെമ്പ് നിവേദ്യച്ചോറും കടും പായസവും തിടപ്പള്ളിയിലിരുന്ന് കുടിപതികൾ കഴിക്കും. മുളക്, ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കഴിക്കുന്ന മേലൂണ് എന്ന ചടങ്ങാണിത്. അതോടൊപ്പം മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യും. കൂത്തരങ്ങിൽ വച്ച് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്തിനുള്ള ഏറ്റുവാങ്ങൽ ചടങ്ങും നടക്കും. തുടർന്ന് അമ്മാറക്കൽ നടയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം നടത്തും. അതിനുശേഷം ആചാര്യന്മാരിൽ ഒരാൾ യാത്രാബലിയും നടത്തും. യാത്രാബലിക്ക് മുൻപ് തന്ത്രിയും പരികർമ്മിയും ഓച്ചറും പന്തക്കിടാങ്ങളുമല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അക്കര സന്നിധിയിൽ നിന്ന് പുറത്തു കടക്കും. ഭണ്ഡാരങ്ങളും വാളും ആദ്യം ഇക്കരയ്ക്ക് കടക്കും. തുടർന്ന് മണിത്തറ കരിമ്പന ഗോപുരത്തിലേക്ക് എഴുന്നള്ളിക്കും. ഇതോടെ 27 നാൾ നീണ്ടുനിന്ന വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തിയാകും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.